ലൈഫ് മിഷൻ കോഴക്കേസിൽ ഇന്നലെ അറസ്റ്റിലായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഏതായാലും കുറ്റസമ്മത മൊഴിയില്ലാതെയാണ് ചോദ്യം ചെയ്യലിന് ശേഷം ഇന്നലെ അർദ്ധരാത്രിയാണ് ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോക്കറിൽ നിന്ന് പിടിച്ചെടുത്ത പണം കോഴയാണ് എന്നാണ് ഇ ഡി പറയുന്നത്. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സുവി, വീണ്ടും കേന്ദ്ര അന്വേഷണ ഏജൻസി ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതേറെ നിർണായകമായി മാറുന്ന ഒരു വിഷയം. അദ്ദേഹത്തിന്റെ വിരമിക്കലിനു ശേഷം കൂടിയാണ് ഈ അറസ്റ്റ് എന്നുള്ളത് ഒരു ഘട്ടത്തിലേക്ക് നിൽക്കുന്നു. ലൈഫ് മിഷൻ കേസിൽ ഉണ്ടായിരിക്കുന്ന അറസ്റ്റ് എന്നുള്ള പ്രത്യേകതയും ഇന്നലെ അറസ്റ്റിലേക്ക് നയിച്ച ഓരോ ഘട്ടവും ഒപ്പം തന്നെ എപ്പോഴായിരിക്കും അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുക? അപർണ, ഒരു നിർണായകമായ ഘട്ടം തന്നെയാണ് എം ശിവശങ്കറിന്റേത്. ഒരു പരീക്ഷണ ഘട്ടം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. സർവീസിൽ നിന്ന് വിരമിക്കലിന് ശേഷമാണ് ഇപ്പോൾ ഇ ഡി എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നതും അതിനുശേഷം അറസ്റ്റ് ചെയ്യുന്നതും. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹത്തെ കണ്ടിന്യൂസ് ആയി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു വരികയാണ്. ലൈഫ് മിഷൻ കോഴ വിവാദവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നത്. പ്രത്യേകിച്ചും സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നത്. സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നത് ലോക്കർ തുറന്നത് എം ശിവശങ്കറിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. ഈ ലോക്കറിൽ നിന്നാണ് കോഴയാണ് എന്ന് കരുതുന്ന പണം കിട്ടിയിരിക്കുന്നത്. അത് ശിവശങ്കറിന്റെ നിർദ്ദേശാനുസരണം ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞത് പ്രകാരമാണ് താൻ ഈ ലോക്കർ തുറന്നിരിക്കുന്നത്. ഈ പണം എന്ന് പറയുന്നത് തന്റേതല്ല, ഈ പണം എന്ന് പറയുന്നത് ശിവശങ്കറിന്റേത് തന്നെയാണ് എന്നാണ് സ്വപ്ന സുരേഷ് മൊഴി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി രേഖകളും ചാറ്റ് സന്ദേശങ്ങൾ, വാട്സപ്പ് വഴിയുള്ള ചാറ്റ് സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ളവ സ്വപ്ന സുരേഷ് ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതെല്ലാം തെളിവുകളാണ് എന്നാണ് സ്വപ്ന സുരേഷ് വാദിക്കുന്നത്. ആ തെളിവുകളുടെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ചാറ്റ് സന്ദേശങ്ങളെല്ലാം വെച്ച് തന്നെ ഇ ഡി ശിവശങ്കറിനെ ചോദ്യം ചെയ്യും. ഏതായാലും ഇതിന് ഒരു ആഴ്ച മുമ്പ് സ്വപ്ന സുരേഷിനെയും അതുപോലെ സന്ദീപ് നായരെയും സരിത്തിനെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. 3 പേരെയും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഈ എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എം ശിവശങ്കർ ഇപ്പോൾ സർവീസിലില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ആർക്കെല്ലാമാണ് ബന്ധം, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്, മുഖ്യമന്ത്രിയുമായി ഇവിടെ ഒരു വിനീതദാസൻ വിധേയപ്പെട്ട് നിന്നിരുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ ശിവശങ്കറിൽ നിന്ന് കിട്ടുമോ എന്നും ഇ ഡി ആരായും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ഇ ഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഒപ്പം എടുത്തു പറയേണ്ട ഒരു വസ്തുത, ഒരു കുറ്റസമ്മത മൊഴി ഇല്ലാതെയാണ് എം ശിവശങ്കറിനെ ഇ ഡി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഏതായാലും അതുകൊണ്ട് അദ്ദേഹത്തെ ഇനിയും ഇ ഡി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇന്നിപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടേക്കും. ഒപ്പം തന്നെ ഇ ഡി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഏതായാലും ഇന്ന് കുറച്ച് സമയത്തിന് ശേഷം, ഇന്നലെ രാത്രിയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് കുറച്ച് ഉച്ചയോടുകൂടി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപർണ, സുവി, ഇ ഡിയുടെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ഇ ഡി നടത്തിയിരിക്കുന്ന നീക്കങ്ങളുമായി ബന്ധപ്പെട്ടും ഉള്ള വിഷയങ്ങൾ പറയുമ്പോൾ CBIയും ഇതേ കേസിൽ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല. ഏത് രീതിയിൽ കൂടിയാണ് അത്തരം നീക്കങ്ങളെ കൂടി ഈ സമയത്ത് നോക്കി കാണേണ്ടത്? അതിനുള്ള ഒരു സാഹചര്യം സാധ്യതയും വിലയിരുത്തുന്നുണ്ടോ നിയമവൃത്തങ്ങൾ? ഇ ഡി ഈ കേസ് ലൈഫ് മിഷൻ കോഴക്കേസ് അന്വേഷിക്കുന്നത് അതിലെ സാമ്പത്തിക കുറ്റാന്വേഷണമാണ്. സാമ്പത്തികപരമായി എന്തെങ്കിലും നേട്ടങ്ങൾ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ശിവശങ്കരൻ ഉണ്ടാക്കിയോ, അതെന്താണ്? ഇയാൾക്ക് വരവിൽ കവിഞ്ഞതിലധികം സ്വത്തുണ്ടായിരുന്നു. ഒപ്പം എങ്ങനെയാണ് ഈ കോടിക്കണക്കിന് രൂപ ഇദ്ദേഹത്തിന്റെ പേര് എങ്ങനെയാണ് സ്വപ്ന സുരേഷ് പറയുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. എന്നാൽ CBI അന്വേഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസാണ്. എന്തെങ്കിലും തരത്തിലുള്ള കൈക്കൂലിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മുതിർന്ന IAS ഓഫീസർ ആയിരുന്നു അദ്ദേഹം, ആ രീതിയിലുള്ള എന്തെങ്കിലും കൈക്കൂലിയോ മറ്റോ നടത്തിയോ, പ്രത്യേകിച്ചും ഈ ലൈഫ് മിഷന് വേണ്ടി പണം വന്നിരിക്കുന്നത് UAEയിൽ നിന്നാണ്. ആ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ശിവശങ്കരൻ ചെയ്തുവോ എന്ന കാര്യമാണ്
CBI അന്വേഷിക്കുന്നത്. ഏതായാലും CBI ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോൾ ED ആണ് ചോദ്യം ചെയ്യൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട CBIയും കൂടുതൽ തെളിവുകളും മറ്റുമായി രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളുമായി CBI മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം, സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് ഈ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതും അറസ്റ്റിലേക്ക് നീങ്ങുന്നതും. അപർണ. റൈറ്റ്. സുവി വിശ്വനാഥ് അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. ED ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടിയാണ് കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ സുവി റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് വാർത്തകൾ നോക്കിയാൽ